ഹലോ. അപ്പൊ എങ്ങനെയുണ്ട്? എല്ലാവർക്കും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ കൊറേ നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പൊ കൊറേ ഇങ്ങനെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങനെ പോയി അവസാനം ഇത് വരെ എത്തി. അപ്പൊ ഇതെത്തിയപ്പോ എന്താ കാരണം? ഇത് ഇനി പിന്നിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ കുഞ്ഞി ഒരു ദിവസം ഹോസ്പിറ്റലായി അല്ലേ? എന്തായിരുന്നു കാര്യം? പനി പിടിച്ചിട്ട് അങ്ങനെ ഹോസ്പിറ്റലായി. അങ്ങനെ കൈമ സൂചി കുത്തിയില്ലേ? എത്ര സൂചി കുത്തി? 1. അപ്പൊ കൈയുടെ മുകളില് നമുക്ക് സൂചി കുത്തലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നീണ്ടു പോയി അല്ലേ? അപ്പൊ അല്ല, അതിനു മുന്നേ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞത്, നമ്മുടെ കുഞ്ഞിയുടെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ജനിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അതിൻ്റെത് എല്ലാ ടെൻഷനും എനിക്ക് വരുന്നുണ്ടായിരുന്നു. കാത്തുനായിട്ട് ഇരട്ടി ടെൻഷൻ ഞങ്ങൾക്ക് രണ്ടാക്കായിരുന്നു. കാരണം കാത്തുന അങ്ങനെ ഇത്രയും പനി വന്നിട്ട് തന്നെ ഒരു ഹോസ്പിറ്റലാവുക. ഹോസ്പിറ്റലിൽ അച്ഛണ്ടായിരുന്നു. ഇത്രയും പനി വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക, ഇതൊന്നും ആൾക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ആൾക്ക് പനി വന്നാൽ 2 ദിവസം നന്നായി കെയർ ചെയ്താൽ മാറാറുണ്ട്. ഇത് നമ്മള് എറണാകുളത്തേക്ക് ആൾ ഷൂട്ടിൻ്റെ ആവശ്യത്തിന് പോയി. പിന്നെ ഷൂട്ടിൽ നിന്ന് മാറ്റി വെച്ചുകൊണ്ട് ഒരു ദിവസം ഗ്യാപ്പ് വന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചുമ്മാ ഒന്ന് കറങ്ങാൻ പോയി. റിട്ടേൺ വരുമ്പോഴേക്കും കാത്തു നല്ല പനി പിടിച്ചു. നല്ല പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത പനിയായിരുന്നു. എന്താ പറയാ, ഞങ്ങള് പനി സ്റ്റാർട്ടിങ്ങിൽ തന്നെ മരുന്ന് കൊടുത്തു. സാധാരണ മരുന്ന് കൊടുത്ത് 4 മണിക്കൂർ ഗ്യാപ്പ് കിട്ടില്ലേ, ഇത് ആ ഗ്യാപ്പ് ഇല്ല. മരുന്ന് കൊടുത്താലും കുറയണില്ല. കാരണം നമ്മുടെ ഒരു മൈൻഡില് ഇപ്പൊ ഡോക്ടർമാര് മുന്നേ നമുക്ക് കാത്തൂന് പനി വന്നപ്പോ നമ്മൾ മരുന്ന് കൊടുക്കും, അത് ആ ഒറ്റ പ്രാവശ്യം തന്നെ തീരും. പിന്നെ രണ്ടാമത് കൊടുക്കേണ്ട ഒരു ഇട നമുക്ക് വന്നിട്ടില്ല. അങ്ങനെ കൊടുക്കേണ്ട ഒരു ഇത് വന്നാലും പനി ഒന്ന് കുറയാറെങ്കിലും ഉണ്ട്. അല്ലടി, നമുക്കാണ് ഇങ്ങനെ ഒരു കുപ്പി ഫുള്ള് കുടിക്കേണ്ട ഇതൊന്നും വന്നിട്ടില്ല ഇതുവരെ. ഒരു ദിവസം കറക്റ്റ് ഒരു 4 മണിക്കൂർ ഇടവിട്ട് മരുന്ന് കൊടുത്ത ആളെ പനി മാറാറുണ്ട്. ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാ ഇവൾക്കും പനി മാറുന്നില്ല, മരുന്ന് കൊടുത്താലും കുറയണില്ല. അപ്പൊ ഞങ്ങൾക്ക് ആകെ പേടി. പിന്നെ ഇവള് ഇങ്ങനെ മടിയിൽ നിന്ന് ഉറങ്ങുക, ഫുള്ളുറക്കം. എന്ത് വിളിച്ചു കഴിഞ്ഞാൽ ഒന്നിനും റിപ്ലൈ കാര്യങ്ങളോ ഇല്ല. അങ്ങനെ ഞങ്ങൾ അന്നേക്ക് രാത്രി തന്നെ ഞങ്ങള് നേരെ രാത്രി അതിൻ്റെ എത്തുമ്പോ ഒരു 12 മണിയൊക്കെ ഞങ്ങൾ നേരെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി കാഷ്വാലിറ്റി കാണിച്ചു. പനി കുറേ നേരം ഇവളെ തുടപ്പിച്ചൊക്കെ ഇരുന്ന് അതിന് പനിയെല്ലാം കുറഞ്ഞ് മരുന്നൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ റിട്ടേൺ പോകുന്നത്. എന്നിട്ടും പനി കുറഞ്ഞില്ല. നമുക്കറിയാം, അവളെ അടുത്ത് കിടക്കുമ്പോ അത്രയ്ക്ക് ചൂടാ നമ്മുടെ മേത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കണേ. ആ തുടപ്പിച്ചതിന്റെ ചൂട് മാറലും മാത്രം റിട്ടേൺ വീടെത്തി വീണ്ടും പനി സ്റ്റാർട്ട് ചെയ്ത് അന്ന് മൊത്തം ഇരുന്ന് തുടപ്പിച്ചു. കാരണം കുട്ടികൾക്ക് പനിയോട് കൂടി കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ, നല്ലോണം ചൂട് വന്നു. അപ്പൊ അങ്ങനെ തുടപ്പിച്ച് പകല് എനിക്ക് തോന്നുന്നു ഒന്നാൾക്ക് തല പൊന്തിയ പോലെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു. രാത്രി എനിക്ക് വീണ്ടും ഇങ്ങനെ പനിയോട് കൂടി വീണ്ടും ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ കാണിച്ച് ബ്ലഡ്, ഞാൻ അങ്ങോട്ട് പറഞ്ഞു എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, മോൾ ഫുൾ ടൈം ഉറക്കാണ്, എനിക്ക് പേടിയാന്ന് പറഞ്ഞ് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അവൾക്ക് പനി കുറയണില്ല. അപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ചെയ്യുമ്പോ ഇവളുടെ ആരോഗ്യസ്ഥിതി ഡോക്ടർക്ക് കണ്ടിട്ട് മനസ്സിലായപ്പോ ഡോക്ടർ എന്ത് ചെയ്തു, ട്രിപ്പ് ഇടാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി അല്ലേ? ഉറക്കായി. പിന്നെ അവൾ ഒന്നിനും റെസ്പോണ്ട് ഇല്ല. അങ്ങനെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ആ ഫുഡ് വേണോ കാത്തോ, ഒന്നും വേണ്ട, വെള്ളം കുടിക്കണില്ല. കുഴപ്പമില്ല. അപ്പൊ ഇന്നൊരു ദിവസം ട്രിപ്പ് ഇട്ടിട്ട് നമുക്ക് നോക്കാന്ന് പറഞ്ഞ് ഞങ്ങളുടെ അനുവാദം ചോദിച്ചോണ്ട് അഡ്മിറ്റ് ആക്കിക്കോ. ഞങ്ങൾക്ക് വീട്ടിൽ ഞങ്ങൾക്ക് ഇതിനും വലിയ പേടിയാണ്. കാരണം നമ്മളിപ്പോ ഇവിടെ വന്നു, തൃശ്ശൂർ വന്നു കഴിഞ്ഞാലും ഒന്ന് പെട്ടെന്ന് കൂടിക്കഴിഞ്ഞാലും നമുക്ക് അടുത്തുള്ള ഹോസ്പിറ്റൽ സൈമർ അങ്ങോട്ടേക്കാ പോവുക. പിന്നെ ഈ വരണ ഒരു വഴിയിട്ട് ഒരു ജേണി പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ 2 മണിക്കൂർ അവൾ അത്രയും പനിച്ചിരിക്കുക. അത് നമ്മളെ കൊണ്ട് ചിലപ്പോൾ സൈമറിൽ എത്തണമെങ്കിലും 1 മണിക്കൂറൊക്കെ ഉണ്ട്. ഞങ്ങൾ ആളെ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഡോക്ടറെ അടുത്ത് എത്തണമെങ്കിൽ. അപ്പൊ എന്തായാലും ഞങ്ങൾ വിചാരിച്ചു അഡ്മിറ്റ് ആക്കാം, എന്നിട്ട് പനി കുറഞ്ഞിട്ട് റിസ്ക് എടുക്കണ്ട, അത്രയാണ് കരുതിയുള്ളൂ. ഒരു കാരണവശാലും കാത്തുവിന്റെ കേസിൽ ഞങ്ങൾ റിസ്ക് എടുക്കാൻ നിന്നില്ലേ. അവൾക്ക് പനി വന്നു, സ്പോട്ടിൽ കാണിച്ചു. പിന്നെ തോന്നി ഇനി ഇവിടെ കിടക്കായിരിക്കും ഒന്നുകൂടി ബെറ്റർ, എന്തെങ്കിലും ഒരു ആവശ്യത്തിനായാലും നഴ്സുമാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പൊ നമുക്ക് ട്രീറ്റ്മെന്റ് ഇവിടെ ആയിരിക്കും ബെറ്റർ എന്ന് മനസ്സിലായി. ഞങ്ങൾ അവിടെ നിന്നു അല്ലെ കാത്തുവാ? ഇപ്പോഴും കണ്ടില്ലേ ഇങ്ങനെ? അതാണ് ഏറ്റവും വലിയ ഇതായത്. ഫുൾ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ അന്ന് എത്ര പേര് പറഞ്ഞു പനിയായിട്ട് മാത്രം വന്നത്. നമ്മുടെ അപ്പുറത്തുള്ള പിന്നെ എന്തേ പോട്ടെ. അങ്ങനെ വാർഡിലേക്ക് മാറ്റി. എൻ്റെ അമ്മോ, രാത്രി തുടപ്പിക്കുക, എനിക്ക് തൊടാൻ പറ്റില്ല. തൊട്ടുമ്പോ അത്രയും ചൂടും കാരണം മരുന്ന് കുടിക്കാൻ ഭയങ്കര മടിയും.
കാത്തുമ്മനെ ഇത്രയും പനിച്ചങ്ങോട്ട് കാണുന്നത്. എൻ്റെ മുടി എന്തൊരു പോലെ. ആദ്യമായിട്ടാണ് കാത്തുമ്മനെ ഇത്രയും പനിച്ച് ഞാൻ കാണുന്നത്. ഞാനാണേലും ഇവനാണേലും ഫുള്ളായിട്ട് ടെൻഷനായി പോയി. ഇവൻ രാത്രി ഉറങ്ങണില്ല, ഇവൾക്ക് ട്രിപ്പ് ഇടുന്നുണ്ട്. അപ്പൊ ഇവ അത് അതെന്താന്ന് വെച്ച് നോക്കിയിരിക്കും. കഴിഞ്ഞാല് ടൈമറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കണ ഒരാളെ നമ്മളെ കുഞ്ഞി. അപ്പൊ ഈ കേബിള് കുടുങ്ങോന്നുള്ള പേടി, പിന്നെ ബ്ലഡ് എല്ലാം ഇതാവുമല്ലോ. അപ്പൊ ഞാൻ ഇടയ്ക്ക് എഴുന്നേറ്റ് നോക്കും, അവള് ഇപ്പൊ തിരിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എഴുന്നേറ്റ് പോകും, കൈയൊക്കെ നേരെ വെച്ച് കൊടുക്കും. അപ്പൊ നേഴ്സ് വന്നിട്ട് പനി കാര്യം ചെക്ക് ചെയ്യുമ്പോ ഒക്കെ ഞാൻ എഴുന്നേക്കും. അപ്പൊ ഞാൻ ചോദിക്കും പനി എങ്ങനെയുണ്ട്, കുറവുണ്ടാ? അപ്പൊ എനിക്കിങ്ങനെ ഉറക്കേ എന്റെ പോയി കഴിഞ്ഞു. നേഴ്സുമാരാണേലും ഇടക്കിടക്ക് വന്ന് കുട്ടി പനി നോക്കുക, മരുന്ന് കൊടുക്കുക, ഇത് തന്നെയായിരുന്നു. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കാൻ നമ്മുടെ കുഞ്ഞിക്ക് നല്ല മടിയാ അല്ലേ? അയ്യോ, മരുന്ന് കൊടുക്കണമെങ്കിൽ ഇവൻ പിടിക്കണം, ഞാൻ പിടിക്കണം, നേഴ്സ് ഇവളെ തല പിടിച്ച് ഒഴിച്ചു കൊടുക്കണം. ഒരു 3 ആൾക്കാര്. പിന്നെ ഒരു വട്ടം അച്ചു അഭികുട്ടനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 5-6 ആൾക്കാർ പിടിച്ചിട്ടാണ് നമുക്ക് ഒരു നേരം മരുന്ന് കൊടുക്കുക. എൻ്റെ അമ്മ മടിച്ചിപ്പാറുവാ. ഫുഡ് കൊടുക്കണെങ്കിലും അച്ചു എപ്പോഴും എന്താ പറയുക, കാലത്തിന് അഡ്മിറ്റ് ചെയ്തതിന്റെ ശേഷം ഞാൻ ഡിസ്ചാർജ് ആണ് എനിക്ക് എപ്പോഴും. അവൾക്ക് ക്ലാസ് ഉണ്ട്, അവൾ ഡാൻസ് ടീച്ചറാണ്. അവൾ ക്ലാസ്സിന്റെ ടൈമിലും ഉറങ്ങുന്ന ടൈമിൽ നിൽക്കാന്ന് പറഞ്ഞു. ഞാൻ സമ്മതിക്കാത്തതുകൊണ്ട് ആ 2 ടൈമിലും മാത്രമാണ് അവൾ പോയത്. ബാക്കി ഫുൾ ടൈം അച്ചും അബിക്കുട്ടനും ഉണ്ടായിരുന്നു. അരുവിന് പിന്നെ വർക്ക് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ അരു ഉണ്ടായിരുന്നു വർക്ക് ഉണ്ട്. പിന്നെ കുറേ ടൈം പിന്നെ അരുവിന് വർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയാ, അവരെന്നെയാണ്. അച്ചു ഫുഡ് കൊടുക്കണം, പിന്നെ അച്ചു വെള്ളം കൊടുത്താലേ കുടിക്കൂ. അങ്ങനെ പിന്നെ അമ്മയും അച്ഛനൊക്കെ വന്നപ്പോ അമ്മ കഞ്ഞി കൊടുത്തപ്പോ കുറച്ച് കുടിച്ചു. അല്ലാതെ ഒന്നും ഇരിക്കാനോ കുടിക്കാനോ ഒന്നിനും നിൽക്കൂല കേട്ടാ. ആകളും ചിരിച്ച്, അച്ഛനും അബികുട്ടനും വന്നാൽ കുറച്ചേരം ചിരിച്ചിങ്ങനെ ആക്റ്റീവ് ആയിരിക്കും. പിന്നെ ഒരു ദിവസം അമ്മയും അച്ഛനും കുഞ്ഞിനും അച്ചു എല്ലാവരും കൂടി വന്നിട്ടായിരുന്നു. അപ്പൊ കുണിക്കിനെ കണ്ടപ്പോ ഭയങ്കര സന്തോഷത്തോടെ ഇരുന്നു. അല്ല ഇവരൊക്കെ ഇല്ലെങ്കിൽ കുട്ടി ഇങ്ങനെ കിടക്കും. മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഫുള്ള് കരച്ചിലും കാര്യങ്ങളും. പിന്നെ ഭയങ്കര ശീലക്കേട്. ട്രിപ്പ് ഇടുന്നത് ഊരണം, അതാക്കണം, അതാ ഇതാക്കണം. അത് എന്തിനാ നമ്മള് ഊരിയ ഫസ്റ്റ് ഒന്ന് എന്തിനു വേണ്ടി ഡ്രസ്സ് മാറ്റാൻ. അബിക്കൂട്ട ഷർട്ട് ഊരിയപ്പോ ഇപ്പുറത്തെ കൈ കൂടി എടുത്തു. അപ്പൊ പിന്നെ ഇവള് സമ്മതിക്കണില്ല ഇങ്ങോട്ട് കയറ്റാനായിട്ട് ഷർട്ട്. അപ്പൊ ഒന്ന് ഊരി ബാത്റൂം ഒക്കെ പോയി ഒന്ന് മുഖം തുടപ്പിക്കാൻ വെച്ചിട്ട് ഡ്രസ് ട്രിപ്പ് ഊരിയതും കുട്ടിക്ക് മനസ്സിലായത് ഊരാൻ പറ്റുമെന്ന്. എന്നിട്ട് പിന്നെ രാത്രി ഉറങ്ങണ നേരത്തെ ഇടിക്കുക. അപ്പൊ നേഴ്സ് പറഞ്ഞു കൂട്ടാ നമുക്ക് രാത്രി ഉറങ്ങണ നേരത്തെ ഇടാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുഞ്ഞായ കാരണം ചെറിയ വെയിനും കാര്യങ്ങളല്ലേ. അപ്പൊ അവര് ടൈമർ ഇട്ടിട്ട് മെല്ലെ മെല്ലെ ആണ് ഇതൊക്കെ പോണത്. അപ്പൊ അത് ഒരു ഗുണം തന്നെയായിരുന്നു കൂട്ടാ. ഇന്ന് രാവിലെ ഇട്ട് കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസമാണ് ഈ സാധനം തീരുമ്പോ ശബ്ദവും കാര്യങ്ങളും അടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും. ഞാനിത് എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ കേക്ക് അടിക്കുന്നു. ഇവിടെ എന്നെ വിളിച്ചിട്ട് എഴുന്നേറ്റപ്പോ ആകെ ഇത്രയ്ക്കുള്ളൂ. അപ്പൊ ഞാൻ ഏട്ടൻ ഞാൻ പോയി വിളിച്ചു. അത്രയ്ക്കല്ലല്ലോ, പോയാലും കുഴപ്പമില്ല, നീ പോയി നേഴ്സുമാരെ വിളിച്ചിട്ട് പോവാ, നമ്മളൊന്ന് ഉറക്കത്തിൽ പെട്ടുപോയി ഞാൻ അറിയില്ലല്ലോ എന്നുകൊണ്ട് ഞാൻ പറഞ്ഞു. അനുഭവം പോയി ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇങ്ങനെ കേക്ക് അടിക്കുക, അപ്പൊ ഞങ്ങളൊന്ന് ഓഫ് ചെയ്തോളം, പേടിക്കണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഉറക്കം വരുന്നില്ല, ഞാൻ ഉറങ്ങണില്ല. ആ ട്രിപ്പ് എനിക്ക് കേക്ക് അടിക്കണേ, പക്ഷെ കേക്ക് അടിച്ചില്ലെങ്കിലോ എന്നുള്ള എന്റെ പേടി കൊണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് ആ കേക്ക് അടിക്കുമ്പോൾ ഞാൻ വേണം ഏട്ടാ ഇടയ്ക്ക് കേക്ക് അടിച്ചു, അവര് വരുന്നില്ല, വേഗം പോയി വിളിച്ചിട്ട് വാ. അവർക്കതൊന്നും കേട്ട് തരുന്ന ടൈം പോലും ഞാൻ കൊടുക്കാത്ത അവസ്ഥ. എനിക്ക് പേടിച്ചിട്ടാണ്. എന്നെ അവൾക്ക് തന്നെ വയ്യാതായിട്ട് കണ്ടിട്ടില്ല, പിന്നെ എന്തെങ്കിലും വരുമോ എന്നുള്ള പേടിച്ച് അതിപ്പോ കുണിക്കുമ്പോൾക്ക് ചെറുപ്പത്തിൽ വയ്യാതായിട്ട് കിടക്കുമ്പോഴും ഞാൻ എങ്ങനെയായിരുന്നു കേട്ടോ. റൂമിൽ കുണുക്കിന് വയ്യാതെ കിടക്കുന്നുണ്ട്, ഐസിയിൽ കുണുക്കി വരും. ഞാൻ ഒരു സ്ഥലത്ത് ഒരു മിനിറ്റ് ഇരുന്നിട്ടില്ല. ഞാൻ ഇങ്ങനെ ഐസിക്ക് വരും, എന്നിട്ട് അവിടെ അപ്പുറത്തെ റൂമിലേക്ക് പോവും. ഇങ്ങനെ ഓടി 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 രാത്രി ഫുള്ള് ഉറങ്ങാതെ ഞാൻ അവസാനം തലറങ്ങി. എന്നിട്ട് അപ്പുറത്ത് തന്നെ ട്രിപ്പ് ഇട്ട് എടുത്തേണ്ട അവസ്ഥ വന്നു. കാരണം എനിക്ക് മരുന്നും കാര്യം കഴിച്ചിട്ട് ഞാൻ വീണ്ടും ഉഷാറായത്. എനിക്ക് അങ്ങനെ വല്ലൊരു ഹോസ്പിറ്റലായിരിക്കും ഞാൻ അവരെ അത്ര ഇതിൽ ശ്രദ്ധിക്കണം. പേടി കൂടുതലാ. കാത്തുമ്മയ്ക്ക് ഇങ്ങനെ വയ്യൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട. ഇതൊക്കെ വന്നപ്പോ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ, അതിന്റെ ക്ഷീണോ അയ്യോ ഒരു ദിവസം ആലോചിക്കാൻ അയ്യ. എന്നിട്ട് ഞാൻ ചിന്തിച്ചു ഈ ഒരു വർഷം കുറച്ച് പൊട്ട വർഷമാണ്. ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് പ്രസവത്തിനല്ലാതെ അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട ഒന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല. പിന്നെ വരുന്നത് ഈ വർഷമാണ് എനിക്ക് വയ്യാതെയായിട്ടും അതായത് ഇപ്പൊ കാത്തുമ്മയ്ക്ക് വയ്യാതിരുന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വരിക. അയ്യോ, എന്നിട്ട് ഞാൻ അച്ഛനോട്, നിന്നോടല്ലല്ലോ അപ്പൊ പറഞ്ഞു, ഞാൻ ഇപ്പൊ അച്ഛനോടാ പറഞ്ഞു വർഷം കുറച്ച് പൊട്ടയാട്ടാന്ന് പറഞ്ഞു. എനിക്ക് പേടിയായോ തുടങ്ങി. ഇങ്ങനെ കാത്തൂന് വയ്യാതി, കാത്തൂനും
ഭയങ്കര പനിയായിരുന്നു. അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയ കാര്യം അതിന് എത്ര മരുന്ന് കൊടുത്താലും കുറയാത്ത അന്തി പനി നിൽക്കുമ്പോഴാണ് ഗൾഫിൽ എനിക്ക് ഞങ്ങളെ അമ്മ കേൾക്കുന്ന ഒരു അമ്മയെ പോലെ തന്നെയുള്ള ഒരു ആളുണ്ട്. ആ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു, മോൾ ടെൻഷൻ അടിക്കണ്ട, ഇന്ന് വൈകുന്നേരം എനിക്ക് നിങ്ങളെ കാത്തുവരെ പനി കുറയൂട്ടാന്ന് പറഞ്ഞു. ആ ശരിക്കും പറഞ്ഞ പോലെ തന്നെ ഒരു ഉച്ചയാകുമ്പോഴേക്കും നിങ്ങളൊക്കെ അതുപോലെ പനിയൊക്കെ ഒന്ന് കുറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ അമ്മയ്ക്ക് മെസ്സേജ്, അമ്മ പനി കുറഞ്ഞു കിട്ടാന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നോക്കിക്കോ നാളെ കാലത്ത് അമ്മയ്ക്ക് ഫുള്ളും പനി മാറി ഡിസ്ചാർജ് ഉണ്ട്. ശരിക്കും നല്ല അന്ന് രാത്രി ഒട്ടും പനിച്ചില്ല. പിറ്റേ ദിവസം നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് വരാനും പറ്റിയിട്ടാ. എന്താ പറയുക, നമ്മളോട് ദൈവം പറയണ അല്ലെങ്കിൽ പെട്ടെന്ന് ഫീൽ എനിക്ക് ഞാൻ അത്രയും ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് എൻ്റെ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും വന്നാൽ എനിക്ക് ഭയങ്കര ടെൻഷനുള്ള ഒരാളാണ് ഞാൻ. ഫുൾ ടൈം അവിടെ നിൽക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. കാരണം എനിക്ക് അങ്ങനെ ചെയ്താലാണ് എനിക്ക് സമാധാനം കിട്ടും. എനിക്ക് മാറി നിൽക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സമാധാനം കിട്ടൂല. അയ്യോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായി അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് മറ്റേ വീഡിയോയിലേക്കൊക്കെ പോവാ. ഇപ്പൊ കൊറേ പേര് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് ഒരു വർഷം മുന്നേ വരെ എനിക്ക് വലിയ പ്രശ്നങ്ങൾ എൻ്റെ ഫേസിലേക്ക് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വർഷത്തിന് ശേഷം എനിക്ക് ചൂടടിക്കുമ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ആണല്ലോ, ഭയങ്കര റെഡിഷ് ആണോ പോലെ എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. അല്ലാതെ പ്രത്യേകിച്ച് അതിന് വരാനുള്ള കാരണം ഞാൻ എൻ്റെ മുന്നിൽ കാണുന്നില്ല. അപ്പൊ ഞാൻ വെച്ച് നോർമലായിരിക്കും, ഇപ്പൊ ഈ മുഖക്കുരു വരുന്നതിന്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇങ്ങനെ വിചാരിച്ച് ഇങ്ങനെ തട്ടി പോയി. അവസാനം എൻ്റെ കെട്ടിയവന് ഒരു ഭ്രാന്ത് വന്ന്. അല്ല ഞാൻ എപ്പോഴും പറഞ്ഞു എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറെ കാണിക്കുക, ഇങ്ങനെ വെച്ചിരിക്കരുത് പറഞ്ഞിട്ടുണ്ട്. ഇല്ലേട്ടാ അതാ ഇതാന്ന് ഇങ്ങനെ നിന്നിട്ട് അവസാനം എന്തായാലും അല്ല ആസ്റ്ററിലെത്തിയപ്പോ അച്ചു കാത്തുന്റെ അടുത്തുണ്ട്. പൊന്നിനോട് വെച്ച് പൊന്നു വാ ഡോക്ടറെ കാണാം. എന്നിട്ട് നേരെ പോയിട്ട് ഡോക്ടറെ കണ്ടു അല്ലേ? ഡോക്ടറെ കണ്ടു. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സെറ്റായി. ഇപ്പൊ ചെറിയ ട്രീറ്റ്മെന്റിലാണ്. ഇതൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. എൻ്റെ സ്കിന്ന് സെൻസിറ്റീവ് ആണ്, ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എൻ്റെ ചെറിയ പ്രശ്നം വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 3 ആഴ്ചത്തെ ട്രീറ്റ്മെന്റ് ഇപ്പൊ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫേസ് എത്രത്തോളം മോശമാവണോ എന്ന് നോക്കിയിട്ടാണ് ബാക്കിയുള്ള ട്രീറ്റ്മെന്റിൽ കിടക്കുക. അങ്ങനെയൊന്നും ഞാൻ അത് ചിന്തിക്കാതിരിക്കും. അല്ല പറഞ്ഞല്ലോ, ഈ 3 ആഴ്ച എനിക്ക് ഡോക്ടർ അതിന് തന്ന കുറച്ച് മരുന്നുണ്ട്. അത് യൂസ് ചെയ്ത് എൻ്റെ ഫേസിൽ കുരുക്കൾ വരുന്നതിൻ്റെ പാടുകളുണ്ടായിരുന്നു. ഇങ്ങനെ കുരു വന്നിട്ട് അങ്ങനെ വീർത്ത് തരാത്തതിൻ്റെ റെഡിഷ് പാടുകളുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഇങ്ങനെ കുരുക്കളായി വന്നിട്ടുണ്ട് ഒരു ദിവസത്തെ മരുന്നിൽ തന്നെ. ഇതാ നോക്ക്, ആ റെഡ് കുത്തുകളിനോടത്തൊക്കെ ഇപ്പോൾ കുരുക്കളായി മാറി. ആ റെഡ് കളർ വന്നതിനോടത്തൊക്കെ ഇപ്പോൾ കുരുക്കളായി മാറിയിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞു 3 ആഴ്ചയുടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നത്. ആ ഒരു നമുക്ക് ലൈഫ് ലോങ് ഒന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഒരു 3 ആഴ്ച ഞാൻ വെറുതെ വിടാണ്. അപ്പോൾ ഒരു 3 ആഴ്ചത്തേക്കുള്ള മരുന്ന് തന്നിട്ട് അപ്പം അത് കഴിക്കുമ്പോൾ എന്തായാലും എൻ്റെ മുഖത്ത് നല്ലോണം കുരുക്കൾ വരും. എങ്ങനെയൊക്കെ ആവുന്ന എനിക്ക് അറിഞ്ഞുകൂടാ, കണ്ടറിയാം. അത് കഴിഞ്ഞിട്ട് എത്രത്തോളം അതാവണമെന്ന് നോക്കിയിട്ട് ഞാൻ ബാക്കി ട്രീറ്റ്മെന്റ് ചെയ്യാന്നാ പറഞ്ഞിരിക്കണ. ആ ഒരു കാര്യം കൂടി ഈ പ്രാവശ്യം നടന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു വർഷം ഹോസ്പിറ്റലിൽ കയറി ഇനി കയറാതിരിക്കട്ടെ. ചെറിയ ചെറിയ കാര്യങ്ങളായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഒരു കേസ് മാത്രം എനിക്ക് ആകെ ഭയങ്കരമായ ഒരു വലിയ കേസില് നിർത്ത് അങ്ങനത്തെ കേസുകളൊന്നും നമ്മൾ ഈ ചർച്ചയിൽ വരുത്തണ്ട. കാരണം അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരാതിരിക്കട്ടെ. കാരണം വന്നു കഴിഞ്ഞാൽ ഒരു അസുഖം ഉണ്ടാവില്ല. ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും നല്ലത് മാത്രം പറ്റും അല്ലേ? എല്ലാവരും ഹെൽത്തി ആയിട്ട് നോക്കട്ടെ. കാരണം വീഡിയോസ് ഒക്കെ ഹോസ്പിറ്റലിൽ എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കോ കുട്ടിക്ക് വയ്യാത്തപ്പോ ഒരു വീഡിയോ എടുക്കാനും സമയം കണ്ടെത്തി. ഓക്കെ, കുട്ടിക്ക് വയ്യ, അതിന്റെ കൂടെ തന്നെ നമ്മളൊരു ജോലിയാണ്, നമ്മളൊരു വരുമാനമാണ് ഈ യൂട്യൂബ് ചാനൽ. നമ്മളതും നമ്മൾ മറക്കാതെ ചെയ്യണല്ലോ. അപ്പൊ ഞങ്ങള് വീഡിയോസ് ഒക്കെ കുറച്ച് എന്റെ ചെരുപ്പിട്ടിരിക്കും. കണ്ടോ വീഡിയോക്ക് ചെരുപ്പ് കാല് വെക്കുന്നോ? അല്ല കാണിച്ചു കൊടുത്താ എനിക്ക് ഭയങ്കര ഞാൻ ഇവളെ എന്റെ അടുത്ത് കൊണ്ടിട്ടൂട്ടാ. അപ്പൊ ഞാൻ നല്ല രസമുണ്ട് ഇട്ടിരിക്കുക. അപ്പൊ ഞാൻ ഇട്ടതാണ്. ഇങ്ങനത്തെ എനിക്കൊന്ന് വാങ്ങിച്ചു തരും. അയ്യോ ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തി. എന്താ അസുഖങ്ങൾ? പിന്നെ വീഡിയോ എടുക്കണത് കാത്തൂന് വയ്യാതിരിക്കുമ്പോ വീഡിയോ എടുത്ത് എന്ത് തള്ളയാടി നീ ഇങ്ങനെയാണോ ചെയ്യുന്നത്? നിനക്ക് മാതൃത്വത്തിന്റെ വില അറിയുമോ? പലതും ഇനി വരും, പേടിക്കണ്ട. അപ്പൊ ഞങ്ങൾക്ക് പെട്ടെന്നുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ആഡ് ചെയ്യാ. എന്തല്ലേ അത്രല്ലേ ഉള്ളൂ? അത്ര തന്നെ ഉള്ളു. പക്ഷെ മാതൃത്വത്തിന്റെ വില നിനക്കറിയാം. വീഡിയോ കണ്ടിട്ട് വരാട്ടാ. അല്ല ഞാനിപ്പോ എന്താ അറിയോ,
ഇപ്പൊ ഒരു ചിലവരുടെ വീഡിയോസ് റിയാക്ഷൻ വീഡിയോസ് ഇങ്ങനെ കാണുമ്പോ കണ്ടിട്ട് വന്നിട്ട് ബാക്കി പറയാം. ബൈ. ഞങ്ങൾക്കറിയില്ലല്ലോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നു. ആൾക്കെന്നെ പനി കൂടിയപ്പോൾ ഞങ്ങൾ വീണ്ടും പോയതാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛനും അരും അബിക്കുട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു. അരുവാണെങ്കിൽ ജോലി കഴിഞ്ഞ് അങ്ങനെ വന്നതായിരുന്നു. നമ്മളൊരു 7 മണിയാകുമ്പോൾ എത്തി. 12 മണിയൊക്കെ ആകുമ്പോഴാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നത്. അതുവരെ അവരെല്ലാവരും അവിടെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും കാത്തുമ്പോൾ ഭയങ്കര ക്ഷീണമായപ്പോൾ ആൾക്ക് ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെയാണ് നമ്മൾ അഡ്മിറ്റ് ആക്കാമെന്നുള്ള തീരുമാനത്തിലെത്തിയത്. അങ്ങനെ അവരെ അങ്ങനെ അവിടുന്ന് ഊബറൊക്കെ വിളിച്ച് പോവുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് പനിയുടെ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം അവൾക്ക് ഫുഡ് വായിൽ വെച്ച് കൊടുക്കുകയാണ്. അവൾ ഫുഡ് കഴിക്കാൻ ഒട്ടും കൂട്ടാക്കിയിരുന്നില്ല കേട്ടോ. അങ്ങനെ അവസാനമാണ് ഞങ്ങൾ ഫോണൊക്കെ കയ്യിൽ വെച്ച് കൊടുത്ത് ശ്രദ്ധ മാറ്റിയിട്ട് ഇങ്ങനെ ഫുഡൊക്കെ വായിൽ വെച്ച് കൊടുത്തതിന് ഒന്നാമത്തെ ആൾക്ക് വായിക്ക് ടേസ്റ്റ് ഇല്ല, പിന്നെ തൊലിയെല്ലാം പോയിട്ട് എരിയുണ്ടെന്ന് പറയണ്ടായിരുന്നു. പക്ഷെ ഒന്നും കഴിച്ചില്ലെങ്കിൽ ട്രിപ്പ് ഇട്ടില്ല നിർത്താൻ പറ്റില്ലേ. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡെല്ലാം കഴിച്ചു തുടങ്ങിയാലാണ് നമുക്ക് ട്രിപ്പ് നിർത്തി പോകാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ഒരുവിധം കുറേ നേരം കഷ്ടപ്പെട്ടിരുന്ന് അവളെ വാശിക്കും ഒക്കേനും കൂട്ട് നിന്നിട്ട് വേണം അവൾക്ക് ഫുഡ് വായിൽ വെച്ച് കൊടുക്കാൻ. നമ്മൾ ഒറ്റയടിക്ക് കൊടുക്കാന്ന് വെച്ചാൽ പിള്ളേർക്ക് നടക്കൂല, അതും പ്രത്യേകിച്ച് വയ്യാത്തപ്പോൾ. അവർ പറയുന്നതെല്ലാം കേട്ട് അവർക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ അവരുടെ മൈൻഡൊക്കെ മാറുമ്പോൾ വേണം ഇങ്ങനെ ഫുഡൊക്കെ വായിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എനിക്കും വിശക്കുന്നുണ്ടായിരുന്നു. തലേദിവസം രാത്രി ഞാനും ഏട്ടനും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാത്തുമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുള്ള് മൈൻഡ് കട്ടായി എടുക്കുകയായിരുന്നു. രാവിലെ ആകുമ്പോഴേക്കും നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. കാത്തുമ്മയ്ക്ക് ഫുഡ് കൊടുത്തിട്ട് നമുക്ക് കഴിക്കാമല്ലോ എന്ന് ചിന്തിച്ചു. അപ്പോൾ ആ സമയത്തുള്ള ഏട്ടൻ ഞങ്ങൾക്ക് മാറാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. വാർഡായതുകൊണ്ട് തന്നെ എല്ലാ ഡ്രസ്സും കൊണ്ട് നമുക്ക് വാർഡിൽ വയ്ക്കാൻ പറ്റില്ല. വലിയ പെട്ടിയായിരുന്നു. ഷൂട്ടിനും കാര്യങ്ങളും കൊടുന്നതുകൊണ്ട് തന്നെ. അപ്പം അതിന് ഓരോ ജോലി ഡ്രസ്സായിട്ട് എടുത്ത് കൊണ്ടുവരികയായിരുന്നു കേട്ടോ 2 ദിവസവും ചെയ്തത്. അങ്ങനെ നമ്മളെ കാത്തുമ്മയ്ക്ക് ഫുഡൊക്കെ വായിൽ വെച്ച് കൊടുത്തു. എന്താ പറ്റി പറ. ഛർദിക്കില്ല കേട്ടാ. എന്താ പറ്റിന്ന് പറഞ്ഞിട്ട് ഛർദിച്ചോക്കെ ഏട്ടാ. ആ പനിയൊക്കെ നിർക്കും, നല്ല പനിയായി എൻ്റെ അടുത്ത് ചൂടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളെ അച്ഛനും അബിക്കുട്ടനും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാത്തുനെ കാണാൻ വേണ്ടിയിട്ട്. രാവിലെ തന്നെ വരാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പതുക്കെ വന്നാൽ മതി, ഇവിടെ ഒട്ടും തിരക്കില്ലെന്ന്. അങ്ങനെ അവർ വന്ന് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേക്കും ഉച്ചയ്ക്കുള്ള ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചോറ് വയലച്ചെടുക്കാണ്ട് ഞാനിരുന്നു. കഴിക്കണമെന്നില്ല, എന്തോരം പറഞ്ഞാലാന്നറിയോ 2 വായ ചോറ് കഴിക്കുക. അയ്യോ, സാധാരണ കാത്തുമ്മയ്ക്ക് ഫുഡ് കൊടുക്കുക എത്ര വലിയ ബുദ്ധിമുട്ടില്ല. അവൾക്ക് ആവശ്യമുള്ള ഫുഡ് അവൾ തനിയെ ഇരുന്ന് കഴിച്ചോളും. ഇപ്പോൾ വായിൽ വെച്ച് കൊടുക്കണമെങ്കിൽ വിശപ്പും മാറുന്നൊരിക്കലും ഫുഡ് കഴിച്ചോളും. അത് കഴിഞ്ഞാൽ വേണ്ട പറഞ്ഞാൽ അവൾ കഴിക്കില്ല കേട്ടോ. ഇത് സ്റ്റാർട്ടിങ്ങിലേ വേണ്ട പറച്ചിലാണ്. ഫുഡ് കഴിക്കാനേ കുട്ടിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പോലെയായിരുന്നു കേട്ടോ. പിന്നെ നമുക്കങ്ങനെ വിടാൻ പറ്റാത്തതുകൊണ്ട് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തൈരൊക്കെ കുറച്ച് ഒഴിച്ചിട്ടാണ് ഞാൻ ഫുഡ് കൊടുത്തത്. ചിലർ പറയും തൈര് കൊടുക്കാൻ പാടില്ല, മുട്ട കൊടുക്കാൻ പാടില്ല. പക്ഷെ ആ സമയത്ത് പിള്ളേർ എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ മതി എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുള്ളൂ. കുറച്ച് തൈരൊന്നും കൊടുത്തോണ്ട് കുഴപ്പമില്ലെന്ന് ചിന്തിച്ചിട്ട് തന്നെ ഞാൻ കുറച്ച് തൈരൊക്കെ കൂട്ടിയിട്ടാണ് ചോറ് കൊടുത്തത്. അവൾക്ക് തൈര് നോർമലി ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ തൈര് കൂട്ടിയിട്ടൊക്കെ ഞാൻ കുറച്ചേശ്ശെ ഫുഡൊക്കെ തന്നെ വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു 4-5 വായിൽ വെച്ച് കൊടുത്തപ്പോൾ അവൾക്ക് മതിയായി തുടങ്ങി. ഞാൻ വായിൽ വെച്ച് എൻ്റെ അച്ചു വായിൽ വെച്ചെന്നാൽ മതി എന്നിട്ട് പിന്നെ കുറച്ചധികം ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പകുതി ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വായിൽ വെച്ചെടുക്കുമ്പോൾ ആകെ 4 വായ വെച്ചിട്ട് നിർത്താൻ നിന്ന ആളാണ്. അച്ചു ഇങ്ങനെ ഓരോന്നും പറഞ്ഞും കുട്ടികളോട് കളിച്ചും പിടിച്ചൊക്കെ കുറച്ചധികം ഫുഡ് ആൾക്ക് വായിൽ വെച്ച് കൊടുത്തത്. അതുപോലെ വരുമ്പോഴാണ് എനിക്ക് കുറച്ച് സമാധാനം. കാരണം കുറേ കാര്യങ്ങളൊക്കെ അച്ചു തന്നെ അവളുടെ കാര്യങ്ങൾ ചെയ്തോളൂ കേട്ടോ. അവൾ കാത്തൂനും അവൾ ചെയ്താൽ മതി എന്നുള്ള അവസ്ഥയാണ്. കളിയാക്കും, എല്ലാരും പറയും കാത്തന്റെ ഇഷ്ടമില്ല. വേണ്ട വേണ്ട വേണ്ട, ശരി. ഇത് ലാസ്റ്റ് ആയിട്ട് കഴിക്കോ?
ലാസ്റ്റ് ഇനി കഴിക്കണ്ട. ഇത് കഴിഞ്ഞ് കഴിഞ്ഞു. അമ്മ കഴിച്ചോളൂ. ഇനി അപ്പയുടെ മോളല്ലേ കഴിക്കും. അപ്പയുടെ ആണോ അമ്മയുടെ ആണോ അച്ഛൻ്റെ ആണോ? അച്ഛന്റെ മോളല്ലേ കഴിക്കും. അച്ഛന്റെ മോളാണെങ്കിൽ കഴിക്കും. അബിക്കുട്ട വന്ന് ഡ്രസ് എടുപ്പിച്ച എന്താണ് 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 കൊച്ചിന്റെ താഴെ ആരാ എന്താണ് എന്റെ കാത്തുട്ടിയുടെ ചിരി നോക്ക്. അച്ഛൻ പൊക്കട്ടടാ. അച്ചു വീട്ടിൽ പോയിട്ട് ഡാൻസ് ക്ലാസ് എടുത്തിട്ട് വരാം. ഡാൻസ് ക്ലാസ് ഇന്ന് കുട്ടികൾക്ക് ഡാൻസ് ക്ലാസ് പൊട്ടിക്കുന്നോ? ബുക്കാ എന്തിനാ ക്ലാസ്? അവര് പഠിക്കാനായിട്ട് നമ്മള് ഡാൻസ് അല്ലേ പഠിപ്പിക്കണേ. അതിന്റെ ബുക്കൊന്നും വേണ്ട. എന്താ സുഖം. രാജകീയ പതിവല്ലേ ഇവിടെ. ബുക്ക് വേണോ? വിരിക്കണില്ല അല്ല ചെയ്യണില്ല. ഈ കാനലിലാണ്ട് സൂര്യ കുത്തി പിന്നെ നഴ്സുമാരാണെങ്കിലും ഡോക്ടർമാരാണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കുട്ടിക്ക് ഭയങ്കര ദേഷ്യം വാശിയൊക്കെ ആട്ടോ. അവളെ മോൻ കണ്ടോ, അവളും ചിരിച്ചിട്ട് പോയില്ല. ഡിസ്ചാർജ് ആക്കണ അന്നായിരുന്നു ഡോക്ടർമാരോടും നഴ്സുമാരോടും ഒക്കെ അവൾ ചിരിച്ചത്. അതുവരെയ്ക്കും ഇങ്ങനെ മോന്ത് വീർപ്പിച്ച് പിടിച്ചിരിക്കണ അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ. ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ, ഒന്ന് മോള് ചിരിച്ചെന്ന് വർത്താനം പറഞ്ഞു മിണ്ടില്ല. ജമ്മ ഉണ്ടെങ്കിൽ ഒരക്ഷരം മിണ്ടില്ല. അതിനത് ആ ഡോക്ടറെല്ലാം പോയതിന് ശേഷം പിന്നെ അച്ഛൻ മോളും കൂടി കുറേ നേരം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കാത്തുമ്പോൾ പതുക്കാണ്ട് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അച്ഛനെ കിടത്തി അങ്ങനെ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് കുറച്ച് നേരം കൂടി ഫോണൊക്കെ കൊടുത്തു. അവൾ വാശി പിടിക്കുക, ട്രിപ്പ് പോയിട്ടെന്ന് പറഞ്ഞിട്ടുള്ള വാശിയായിരുന്നു. നമുക്കത് ഊരി നമ്മളെ കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഫോണൊക്കെ കൊടുത്തിട്ടാണ് ട്രിപ്പൊക്കെ കയറ്റിയത്. ഇതൊന്ന് കയറി നമ്മൾ ഓക്കെ ആയാലാണല്ലോ നമുക്ക് റിട്ടേൺ വീട്ടിൽ വരാൻ പറ്റുക. പഠിച്ചാണ് 16 അബിക്കുട്ട നോക്കുന്നുണ്ട് കാത്തുമ്മനെ. കാത്തുമ്മ നോക്ക് അത് ചെയ്യാം ഇത് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. വാശിക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല. അബിക്കുട്ടനാണെങ്കിൽ കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പൊന്നേ മുത്തേന്നൊക്കെ വിളിച്ചിട്ടാക്കുമ്പോൾ അവൾക്ക് നോക്കും, ആരപ്പം എന്നെ പൊന്നേന്ന് വിളിക്കുന്നത്, നമ്മൾ സാധാരണ കാത്തോന്നല്ല വിളിക്കുക. അബിക്കുട്ടനാണ് പൊന്നെ അത് ചെയ്യും പൊന്നേന്നൊക്കെ ഇത് പറഞ്ഞ് അവളെ കൊഞ്ചിച്ച്. ആ ഡിസ്ചാർജ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അവളുടെ സ്വഭാവം കൊണ്ട് കൂടുതൽ വഷളായി. കാരണം ഈ 2 ദിവസം ഈ അബിക്കുട്ടൻ്റെ അച്ഛൻ്റെ വക ഫുൾ കൊഞ്ചിക്കലായിരുന്നു അവളെ. അതിനിപ്പോൾ ഇങ്ങനെ വാശിയാണ്. കുഞ്ഞു കുട്ടികളെന്ത് കൊഞ്ചി നടക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ അവൾ പഠിച്ചു വെച്ചിരുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ഡാൻസ് ക്ലാസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ആയപ്പോൾ അവൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്കൊരു 7 മണി 8 മണിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്, ഓരോരോ ബാച്ചും കാര്യങ്ങളായിട്ടേ. അപ്പോൾ അവളാണ്ട് പോയപ്പോൾ പിന്നെ കാത്തുമിക്ക് ചായയും കൊഴുക്കട്ടയൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഞാൻ കുറച്ചേരൊക്കെ ഇരുന്ന് കഴിച്ചു. ആ ടൈമിൽ ചെറിയൊരു ഉഷാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കരഞ്ഞ് കണ്ണിൻ്റെ തടമൊക്കെ ഒന്ന് വീർത്തിട്ട് രൂപം കണ്ടറിയാത്ത രൂപമായിട്ടുണ്ട്. പക്ഷെ ഫുഡൊക്കെ എന്തെങ്കിലും ഇങ്ങനെ മധുരമുള്ള ആൾക്ക് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ കൊഴുക്കട്ട എണ്ണയൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതാളിങ്ങനെ കുറച്ചധികം ഇരുന്നിട്ട് ഒരു കൊഴുക്കട്ട ഉണ്ട് അത് ഫുള്ളും കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ടൈം പിടിച്ചു കേട്ടോ. കുറച്ച് നേരം കഴിക്കും, പിന്നെ അതവിടെ വയ്ക്കും, പിന്നെ വീണ്ടും കഴിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിലും എന്നാലും നമുക്ക് സമാധാനം കാത്തുമ്മനെ ഫുഡ് കഴിച്ച് കാണുമ്പോൾ. അതിനതാ അവൾ കോഴിക്കോട്ടൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഞാൻ അപ്പുറത്ത് ഇരുന്നിട്ട് അവളങ്ങനെ നോക്കും. അമ്മനെ മുന്നേ അത് വേണോ ഇത് വേണോ വെച്ചിട്ട്. എല്ലാ കുട്ടികൾക്കും ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. അതിനും ഇഷ്ടമാണ് നമ്മളെ കാത്തുമ്മയ്ക്ക് ജ്യൂസ് ഫ്രൂട്ട്സ് എന്നിട്ട് അവൾ മരിക്കുക അത്രയ്ക്ക് ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ ഈ വയ്യാതെ ഇപ്പോൾ അവൾക്ക് ജ്യൂസ് വേണ്ട. ജ്യൂസ് കൊടുക്കുമ്പോൾ ഈ മരുന്ന് കുടിക്കുമ്പോൾ കുട്ടികൾ വാശി പിടിക്കില്ലേ, അതേപോലെ ഈ ജ്യൂസ് അടക്കം കുടിക്കേണ്ട ആൾ വാശി പിടിച്ചത്. അങ്ങനെ ചായ കുടിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും അച്ഛനും അമ്മയും കുഞ്ഞിനും അച്ഛനും കുണുക്കനും കുണിക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുണുക്കനും കുണിക്കനും കിട്ടിയ പറയുന്നുണ്ടല്ലോ, കാത്തുമ്പോൾ അവരെ കൂടെ തന്നെയായിരുന്നു ഇവിടെ ഇരുന്നതൊക്കെ. അവരെ കണ്ട സന്തോഷത്തിൽ എന്നെയും ബെബിനും തിരിഞ്ഞു നോക്കാൻ പോലും പറ്റിയിരുന്നില്ല. അത്ര സന്തോഷം കുണുക്കനും കുണിക്കനും കണ്ടപ്പോൾ. ചെയ്യാൻ വരെ സമ്മതിക്കില്ല. പനി ടെസ്റ്റ് ചെയ്യാൻ പോലും സമ്മതിക്കില്ല. അങ്ങനെ കുറച്ച് നേരമെല്ലാം ഇരുന്നതിന് ശേഷം പിന്നെ അവർ പതുക്കെ പോയിട്ട്, കാരണം പിറ്റേ ദിവസം കുണുക്കി എക്സാം ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാം പോയതിന് ശേഷം പിന്നെ എന്താ നമ്മൾ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ ഇരിക്കുക കേട്ടോ. കാത്തുമ്മയ്ക്ക് കഞ്ഞിയാണ് പറഞ്ഞത്, എനിക്കായിരുന്നു ചപ്പാത്തിയും ചിക്കൻ കറി കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ പതുക്കെ ആളെ ഉറക്കാൻ വേണ്ടി കെടുത്തി.
വിഷമിച്ചേ അപ്പിച്ചു വേണ്ടിട്ട് വിഷമിച്ചേ നൽകിയ പിന്നെ ഞാൻ പിറ്റേ ദിവസമായിട്ട് വീഡിയോ എടുക്കുന്നത്. പിറ്റേ ദിവസം എനിക്ക് എൻ്റെ വാശി പിടിച്ച് കാത്തിൻ്റെ കണ്ണൊക്കെ വന്ന് വീർത്തിട്ട് നിൽക്കുകയാണ്. ഫേസൊന്നും കണ്ടറിയാത്ത പോലെയുണ്ട്. കണ്ണാകെ കുഞ്ഞിതായി പോയി വീർത്തിട്ട്. പിന്നെ ഒരു ആയി പറയുമ്പോൾ ആയൊക്കെ പറഞ്ഞു ഇപ്പോൾ പനിയൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവളൊരു വാശിയുമുള്ള കരച്ചിലും ആ പനിക്കുമുണ്ടായിരുന്ന ശീലക്കേടൊക്കെ കൂടിയിട്ടാണ് തോന്നുന്നു കണ്ണൊക്കെ തന്നെ വന്ന് വീർത്തിട്ടുണ്ടായിരുന്നു. പോരാത്ത ഞങ്ങളിപ്പോൾ ഉറങ്ങി എഴുന്നേറ്റിട്ടുള്ളൂ കേട്ടോ. ഏട്ടൻ എന്താ എഴുന്നേറ്റിട്ട് ട്രിപ്പാണ് നോക്കുന്നത്, എവിടെ എത്തി എന്തായെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ എഴുന്നേറ്റതും കാത്തുമിക്ക് വിശക്കുണ്ടെന്ന് പറഞ്ഞു. അത് ഇടയ്ക്കിടയ്ക്ക് വിശക്കുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടി കാണിക്കുകയായിരുന്നു. പക്ഷേ രാവിലെ നൂൽപ്പിട്ടും പിന്നെ വെജിറ്റബിൾ ഇഷ്ടമായിരുന്നു കേട്ടോ. അത് എരിവില്ലാത്തതുകൊണ്ട് തന്നെ അത് അവൾ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസത്തെ ഫുഡ് വെച്ചിട്ട് നോക്കുമ്പോൾ അവൾ കൂടുതൽ കഴിച്ചത് ഈ നൂൽപ്പിട്ടും വെജിറ്റബിൾ കറി ആയിരുന്നു. അത് അധികം എരിവില്ലാത്തതുകൊണ്ട് തന്നെ അവൾ നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരമൊക്കെ അവൾ ഒറ്റയ്ക്ക് കഴിച്ച് ബാക്കിയൊക്കെ ഞാൻ വായിൽ വെച്ച് കൊടുക്കുകയത്. ഒറ്റയ്ക്ക് കഴിക്കാൻ കൊടുത്താൽ പിന്നെ ഇന്നൊന്നും ഫുഡടി കഴിയില്ലേ, 2 ദിവസം എടുക്കും കഴിച്ച് തീരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ അവളുടെ ഇഷ്ടത്തിന് കഴിച്ചോട്ടെ, പോരാത്തതിന് ഞാൻ സൈഡിൽ കൂടെ ഞാനും വായിൽ വെച്ച് കൊടുക്കും കേട്ടോ. എനിക്കാണെങ്കിൽ ഞാൻ വായിൽ വെച്ച് കൊടുത്താലാണ് എനിക്ക് കുറച്ച് സമാധാനം കിട്ടുള്ളൂ, പ്രത്യേകിച്ച് ഈ വയ്യാത്ത സമയത്ത്. അല്ലെങ്കിൽ ആൾക്ക് ആവശ്യമുള്ള അവൾ കഴിക്കും എന്നുള്ള ചിന്തിക്കും. പക്ഷെ ആൾക്ക് വയ്യാത്തപ്പോൾ അവൾ ഫുഡ് കഴിച്ചിട്ടുണ്ടാവും, ആൾക്ക് വയ്യാതെയാവും. അങ്ങനെ ഒരു 100,000 കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചു വിടും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഉറക്കം എന്ത് കളഞ്ഞാലും ആൾക്ക് വയ്യെങ്കിൽ അവളെ തന്നെ ഇങ്ങനെ നോക്കി അവൾ ഫുഡും കാര്യങ്ങളും വായിൽ വെച്ച് കൊടുക്കും. കണ്ടിങ്ങനെ ഫുഡ് കൊടുക്കാൻ നോക്കി കഴിഞ്ഞാൽ കൊല്ലുന്നതിൻ്റെ ബലമാണ്. ഇങ്ങനെ ഒന്ന് കിണുങ്ങി നിൽക്കും. പക്ഷേ ഒരു 10 വട്ടമൊക്കെ ഒരു 4-5 വട്ടം നിർബന്ധിച്ച് അത് പതുക്കെ കഴിച്ചോളൂ കേട്ടോ. ഞാൻ ഇപ്പോൾ ഫുഡടി നോർമലി കുറച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറച്ച് ഫുഡ് മാത്രം ഒരു മിനിറ്റ് ഉറക്കം വന്നത് എല്ലാ സമയം കഴിക്കണം. അതിന് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം കൊണ്ട് ഇയാളൊന്ന് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ട്രിപ്പ് പോയിട്ട് ഒന്ന് ബാത്റൂമിൽ കൊണ്ട് കുളിപ്പിച്ചു. അപ്പോൾ നമ്മൾക്ക് അത് കുറച്ചധികം ഉഷാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ആ ഹോസ്പിറ്റലിലത്തെ ഡ്രസ്സൊക്കെ ഊരി ഞാൻ വീട്ടിൽ നിന്ന് വെറുതെ ഡ്രസ്സ് ഇട്ടെടുത്തപ്പോൾ കുട്ടിക്കാണ് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. അപ്പരെ തോളത്തും കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലും കാര്യം. പിന്നെ ട്രിപ്പ് ഇടാൻ സമ്മതിക്കണ്ടായിരുന്നില്ല. പിന്നെ ഏട്ടൻ ഇങ്ങനെ പതുക്കെ എടുത്ത് കിടന്ന് വന്ന് കിടത്തി ഉറക്കിയിട്ടുണ്ടായിരുന്നു. ഉറക്കിയപ്പോഴാണെങ്കിലും ഏട്ടൻ്റെ മേത്ത് കിടത്തി ഉറക്കി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഡോക്ടറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇന്ന് ഡിസ്ചാർജ് ആക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ചധികം സന്തോഷമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ അച്ചു അബികുട്ടനും കൂടി വന്നു. ഇവർ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കുളിച്ച് നേരെ ഇങ്ങോട്ട് പോരും കേട്ടോ. കാരണം കാത്തും വരെ അവിടെ കളിക്കേണ്ടിട്ട്. കാത്തും അല്ലെങ്കിൽ ഭയങ്കര വിഷമത്തിലാണല്ലോ. അപ്പോൾ അച്ചുവിനെ കണ്ട ആൾ കുറച്ച് സമാധാനം കിട്ടുന്നത് അച്ഛന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവളുടെ പണികളെല്ലാം കഴിഞ്ഞ് വേഗം തന്നെ ഇങ്ങോട്ട് വരും. അബിക്കുട്ടനാണെങ്കിൽ കാത്തുന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അവങ്ങനെ കുട്ടികളൊക്കെ കൊഞ്ചിച്ച് നടന്നോളൂ കേട്ടോ. അപ്പോൾ കേട്ടോ അങ്ങനെ നമ്മളൊക്കെ വേറെ എന്തൊക്കെ വർത്താനം പറഞ്ഞാലും അവൻ്റെ ശ്രദ്ധ മൊത്തം കാത്തുവിൻ്റെ അടുത്താണ്. അച്ഛന് വേണോ പൊന്നൂന് വേണോ ബാബുവിന് വേണോ? പിന്നെ വേണ്ടേ ബാബുവിന് വേണ്ടേ? അതെ എന്റെ അടുത്ത് ഉണ്ടാറൊന്നുമില്ല. ലാസ്റ്റ് വന്നിട്ട് പൊന്നിൻ്റെ അടുത്ത് പോകാം. ലാസ്റ്റ് ശരി, ഞാൻ പോണില്ല ഇവിടെ നിന്ന്. ഒന്ന് കഴിക്കോ? ചെറിയ വായല്ലേ, കുഞ്ഞു വാ പൊളിക്ക്. വാ പൊളിച്ചാലേ പോവുള്ളൂ. വാ പൊളി. ഇപ്പൊ പോ. അച്ഛൻ്റെ അടുത്തേക്ക് വന്നേ അല്ലേ? അച്ഛൻ്റെ അടുത്തേക്ക് വന്നേ. കൈയൊക്കെ ഇനി കയ്യിൽ ഇതൊന്നും ഉണ്ടാവില്ല. എന്താ കത്ത്? കാത്തിന്റെ ഫോണായിരുന്നു കുറച്ച് എന്തായിരുന്നു? വെളുത്തല്ലോ കൈ കെട്ടിച്ച് വെളുത്തല്ലോ. വേദന ഒന്നും ഇല്ലല്ലോ, ചുമ്മാ സ്റ്റിക്കർ അല്ലേ. സ്റ്റിക്കറിന് എങ്ങനെയാ വേനിക്കുന്നത് അല്ലേ? ഉണ്ടല്ലോ, സ്മെല്ലുണ്ടോ?
അല്ലേ? ശരി, ഞാൻ എടുത്തോട്ടെ. പ്ലീസ് 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 പ്ലീസ്. കുറച്ച് കുറച്ച് സ്റ്റാർ മതി. അതിന്റെ മുകളിൽ സ്റ്റാർ ഒട്ടിച്ചാൽ അവൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ഇവന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അതൊക്കെ കുഴിച്ചളകെ വെക്കും. ഞാൻ 2.5 കയ്യിലും കൊച്ചു കേട്ടോ. ഇവിടെ ആണോ സ്റ്റാർ? ചേച്ചി ഇവിടെ ഇങ്ങനെ ഇരുന്നോട്ടേട്ടാ. ചോര വന്നത് അല്ലാണ്ട് തലകറങ്ങും പിടിക്കും തലകറങ്ങും ശരിക്കും കറങ്ങും. ചോര വന്നത് വരും ചോരല്ലേ വരാനല്ലേ. അല്ലാതെ ഈ വരാ അയ്യെന്ന് പറഞ്ഞു. അയ്യെന്ന് പറഞ്ഞു. ഭയണ്ട് അച്ഛനോട് പറഞ്ഞു. അച്ഛനോക്ക് അച്ഛനൊക്കെ അയ്യേന്ന് വെച്ച്. കഴിഞ്ഞോ? ഏട്ടനും അപ്പിക്കുട്ടിനും ക്യാൻറ്റീനിൽ പോയിട്ട് ബിരിയാണി കഴിച്ചു. എനിക്ക് അച്ഛനും ചപ്പാത്തിയും മതി എന്നാട്ടോ പറഞ്ഞ്. എനിക്ക് ആ ലാസ്റ്റത്തെ ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ്. അതിന് ഞങ്ങൾക്ക് ചപ്പാത്തി ചിക്കൻ കറിയും മേടിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല അച്ഛനും ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു ചിക്കൻ കറി. ഞങ്ങളോട് നമ്മളെ കാത്തുമ്മ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി വരിക. അപ്പം എന്തായാലും വീഡിയോസും കാര്യം കണ്ടില്ല. അപ്പം ഇതായിരുന്നു നമ്മളെ കാത്തുമ്മയുടെ അവസ്ഥ. പക്ഷെ ഇപ്പോൾ ഓക്കെ ഉണ്ട്. പക്ഷെ നല്ല മരുന്നിൻ്റെ ക്ഷീണവും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ചെറിയ ചുമ ഉണ്ട്. പക്ഷെ വീടെത്തിയപ്പോൾ കുട്ടിക്ക് TV ഒക്കെ കിട്ടിയപ്പോഴേ നല്ല സമാധാനമായിട്ടാ. കുട്ടിക്ക് 2 ദിവസം TV കാണാൻ പറ്റിയിരുന്നില്ല. അത് റൂമല്ലാതെ വാർഡായപ്പോ അതിന് ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം ഇറങ്ങി നടക്കാൻ പറ്റണില്ല. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഞങ്ങൾ 2 ദിവസം അവളെ വല്ലാതെ വാശി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലൈഫിലാദ്യമായിട്ട് ഞങ്ങൾ കണ്ണടച്ച് ഫോൺ കൊടുത്തു. ഞാൻ സാധാരണ ഫോൺ സമ്മതിക്കാത്ത ഒരാളാണെങ്കിലും പക്ഷെ ആ 2 ദിവസം അവള് വാശി പിടിക്കാതെയും TV ഒന്നും ഇല്ലല്ലോ, അവള് നോക്കിയായിരിക്കും ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. റിട്ടേൺ ഞാൻ ഡിസ്ചാർജ് ആണേന്റെ അന്ന് പറഞ്ഞു ഇനി വീടെത്തിയ ഫോൺ ഇല്ലാട്ടാന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വീടെത്തിയതിന്റെ ശേഷം ഫോൺ ചോദിക്കുക കാര്യമൊന്നുമില്ല. അവളെ TV കണ്ട് പോകുന്നുണ്ട് കേട്ടാ. അങ്ങനെ ഇത്രല്ലേ ഉള്ളൂ. തീർത്തിരിക്കണം. അപ്പൊ എന്തായാലും നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബായ്. നാളെ വരില്ല, കുറച്ച് ദിവസമായിട്ട് വരുന്നത്. അല്ല വരണം. കാണാം നാളെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടിട്ട് എത്രയായി? കാണാം അപ്പൊ കാണാം. നമുക്ക് കാണാം.